ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരമ രവ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. രാവണന്റെ പുറപ്പാട്. ഇതി പലവുമകതളിരിലോർത്തു കപീവരൻ ഇത്തിരി നേരമിരിക്കും ദശാന്തരേ. അസുരകുലവര നിലയനത്തിൻ പുറത്തു നിന്നാശു ചില ഘോഷശബ്ദങ്ങൾ കേൾക്കായി. കിമിതമിതി സപതി കിസലയ ജയനിലീനനായി കീടവദ്ദേഹം മറച്ചു മറുവിനാൻ. വിബുധകുലരിപുദശമുഖൻ വരവെത്രയും വിസ്മയത്തോടു കണ്ടു കപികുഞ്ചരൻ. അസുരസുര നിശിചരവരാംഗനാവൃന്ദവും അദ്ഭുതമായുള്ള ശൃംഗാരവേഷവും ദശവദനനവരത മകതളിരിലുണ്ടു തൻ ദേഹനാശം ഭവിക്കുന്നതെന്നീശ്വര. സകല ജഗദധിപതി സനാതനൻ സന്മയൻ സാക്ഷാൽ മുകുന്ദനെയും കണ്ടു ഞാൻ. നിശിതതര ശരശകലിതാംഗനായി കേവലേ നിർമ്മലമായ ഭഗവത് പദാംബുജേ. വരദനജനമരുമമൃതാനന്ദപൂർണമാം വൈകുണ്ഠരാജ്യമെനിക്കെന്നു കിട്ടുന്നു. അതിനുബത സമയമിതമിതി മനസ്സി കരുതി ഞാനം ഭോജപുത്രിയെ കൊണ്ടുപോനീടിനേ. അതിനുമൊരു പരിഭവമൊടുഴറി വന്നീലവനായൊരു വിനാശകാലം നമുക്കാഗതം. ശിരസി മമ ലിഖിതമിഹ മരണസമയം ദൃഢം ചിന്തിച്ചു കണ്ടാലതീനില്ല ചഞ്ചലം. കമലജനുമറിയരുതു കരുതു മളവാർക്കുമേ കാലസ്വരൂപനാമീശ്വരൻ തന്മതം. സതതമകതളിരിലിവ കരുതി രഘുനാഥനെ സ്വാത്മനാ ചിന്തിച്ചിരിക്കവേ. കവികൾ കുലവരനവിടെയാശു ചെല്ലും മുൻപേ കണ്ടിതു രാത്രിയിൽ സ്വപ്നം ദശാനനൻ. രഘുജനനതിലകവചനേന രാത്രൗ വരും കശ്ചിത് കപീവരൻ കാമരൂപാന്വിതൻ. കൃപയോടൊരു കൃമി സദൃശ സൂക്ഷ്മ ശരീരനായി കൃഷ്ണം പുരവരമന്വിഷ്യ നിശ്ചലം. തരുനികരവര ശിരസി വന്നിരുന്നാദരാൽ താർമകൾ തന്നെയും കണ്ടു രാമോദന്തം. അഖിലമവളോടുപത പറഞ്ഞടയാളവുമാശു കൊടുത്തുടനാശ്വസിപ്പിച്ചു പോം. അതു പൊഴുതിലവനറിവതിന്നു ഞാൻ ചെന്നു കണ്ടാധി വളർത്തുവൻ വാങ്മയാസ്ത്രങ്ങളാൽ. രഘുപതിയോടതും അവനശേഷമറിയിച്ചു രാമനുമിങ്ങു കോപിച്ചുടനെ വരും. രണശിരസി സുഖമരണമതിനിശിതമായുള്ള രാമശരമേറ്റനിക്കും വരും ദൃഢം. പരമഗതി വരുവതിനു പരമൊരുപദേശമാം പന്ഥാവിതു മമ പാർക്കയില്ലേതുമേ. സുരനിവഹമതിബലവശാൽ സത്യമായി വരും സ്വപ്നം ചിലർക്കു ചില കാലമൊക്കണം. നിജമനസി പലവുമിതി വിരവൊടു നിരൂപിച്ചു
നിശ്ചിത്യ നിർഗമിച്ചിടിനാൻ രാവണൻ. കനകമണിവലയ കടകാംഗദ നൂപുര കാഞ്ചി മുഖാഭരണ രവമന്തികേ. വിവശതര ഹൃദയമൊടു കേട്ടു നോക്കും വിധൗ വിസ്മയമമ്മാറു കണ്ടു പുരോഭുവേ. വിബുധരിപു നിശികര കുലാധിപൻ തൻ വരവെത്രയും ഭീതയായി വന്നിതു സീതയും. ഉരസിജവും ഒരു തുടകളാൽ മറച്ചാധിപൂണ്ടുത്തമാംഗം താഴ്ത്തി വേപധൂഗാത്രിയായി. നിജരമണ നിരുപമ ശരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന്തരേ. ദശവദനനയുഗശര പരവശതയാ സമം ദേവീ സമീപേ തൊഴുതിരുന്നിടിനാൻ. അനുസരണ മധുരരസവചന വിഭവങ്ങളാൽ ആനന്ദരൂപിണിയോടു ചൊല്ലിടിനാൻ. ശൃണു സുമുഖീ തവ ചരണനളിനദാസോസ്മ്യഹം ശോഭനശീലേ പ്രസീദ പ്രസീദ മേ. നിഖില ജഗദധിപമസുരേശമാലോക്യമാം നിന്നിലെ നീ മറഞ്ഞെന്തിരുന്നിടുവാൻ. ത്വരിതമതി കുതുകമൊടുമൊന്നു നോക്കിയിടുമാം ത്വദ്ഗത മാനസനെന്നറികെന്ന നീ. ഭവതി തവ രമണമവിദശരഥതനൂജനെ പാർത്താൽ ചിലർക്കു കാണാം ചിലപ്പോഴെടോ. പല സമയമഖില ദിശി നന്നായി തിരകിലും ഭാഗ്യവതാമഭി കണ്ടുകിട്ടാപരം. സുമുഖി ദശരഥതനയനാൽ നിനക്കേതുമേ സുന്ദരീ കാര്യമില്ലെന്നു ധരിക്കനീ. ഒരു പൊഴുതും അവനു പുനരൊന്നിലുമാശയില്ലോർത്താലൊരു ഗുണമില്ലവനോമലേ. സുദൃഢമനവരതമുപഗൂഹനം ചെയ്കിലും സുഭ്രൂ സുചിരമരികെ വസിക്കിലും. തവ ഗുണസമുദയമലിവോടു ഭുജിക്കിലും താൽപര്യം നിന്നിലിന്നില്ലവനേതുമേ. ശരണമവനൊരുവരുമൊരിക്കലുമില്ലിനി ശക്തിവിഹീനൻ വരികയുമില്ലല്ലോ. കിമപി നഹി ഭവതി കരണീയം ഭവതിയാൽ കീർത്തിഹീനൻ കൃതഘ്നൻ തുലോ നിർമ്മമൻ. മതരഹിതനറിയരുതു കരുതുമളവാർക്കുമേ മാനഹീനൻ പ്രിയേ പണ്ഡിത മാനവാൻ. നിഖിലവനചരനിവഹ മധ്യസ്ഥിതൻ ഭൃശം നിഷ്കിഞ്ചന പ്രിയൻ ഭേദഹീനാത്മകൻ. സ്വപജനുമൊരവനി സുരവരനുമവനൊക്കുമിശ്വാക്കളും ഗോക്കളും ഭേദമില്ലേതുമേ. ഭവതിയെയുമൊരു ശബരതരുണിയെയുമാത്മന പാർത്തു കണ്ടാലവനില്ല ഭേദം പ്രിയേ. ഭവതിയെയുമകതളിരിലവനിഹ മറന്നിതു ഭർത്താവിനെ പാർത്തിരുന്നതിനിമതി. ത്വയി വിമുഖനവനനിശമതിനു നഹി സംശയം ത്വദ്ദാസദാസോഹമദ്യ ഭജസ്വ മാം. കരഗതമൊരമലമണിവരമുടനുപേക്ഷിച്ചു കാജത്തയെന്തു കാക്ഷിക്കുന്നിതോമലേ. സുരതനുജദിതിജഭുജഗാപ്സരോ ഗന്ധർവ സുന്ദരീവർഗം പരിചരിക്കും മുദാ. നിയതമതിഭയസഹിതമമിത ബഹുമാനേന നീ മൽപരിഗ്രഹമായി മരുവീടുകിൽ. കളയരുതു സമയമിഹ ചെറുതു വെറുതേ മമ കാന്തേ
കളത്രമായി വാഴ്ക നീ സന്തതം. കളമൊഴികൾ പലരുമിഹ വിടുപണികൾ ചെയ്യുമ കാലനും പേടിയുണ്ടെന്നെ മനോഹരേ. പുരുഷഗുണമിഹ മനസി കരുതു പുരുഭൂതനാൽ പൂജ്യനാം പുണ്യപുമാനെന്നറികമാം. സരസമനുസര സദയമയി തവ വശാനുഗം സൗജന്യ സൗഭാഗ്യ സാര സർവസ്വമേ. സരസിരുഹമുഖി ചരണകമലപതിതോസ്മ്യഹം സന്തതം പാഹി മാം പാഹി മാം പാഹി മാം. വിവിധമിതി ദശവദനനുസരണപൂർവകം വീണു തൊഴുതപേക്ഷിച്ചോരനന്തരം ജനകജയും അവനോടതിനിടയിൽ ഒരു പുൽക്കൊടി ജാതരോഷം നുള്ളിയിട്ടു ചൊല്ലിടിനാൾ. സവിതൃകുലതിലകനിലദീവഭീത്യാ ഭവാൻ സന്യാസിയായി വന്നിരുവരും കാണാതെ. സഭയമവിനയമൊടു ശുനീവ ഹവിരധ്വരെ സാഹസത്തോടു മാം കട്ടുകൊണ്ടീലയോ. ദശവദന സുദൃഢമനുചിതമിതു നിനൈക്യ നീ തൽഫലം നീ താനനുഭവിക്കും ദൃഢം. ദശരഥജ നിശിതശര ദളിതവപുഷാ ഭവാൻ ദേഹം വിനായമലോകം പ്രവേശിക്കും. രഘുജനന തിലകനൊരു മനുജനിധി മാനസേ രാക്ഷസരാജാ നിനക്കു തോറ്റം ബലാൽ. ലവണജലനിധിയ രഘുകുല തിലകനാശ്രമം ലംഘനം ചെയ്യുമതിനില്ല സംശയം. ലവസമയമൊടു നിശിത വിശിഖ പരിപാദേന ലങ്കയും ഭസ്മമാക്കിയിടുമരക്ഷണാൽ. സഹജസുത സജീവ ബലപതികളൊടു കൂടവേ സന്നമാം നിങ്ങളുടെ സൈന്യവും നിർണയം. അവനവന നിപുണതര നവനിഭരനാശനദ്യധാതാവപേക്ഷിച്ചതു കാരണം. അവതരണമവനിതലമതിലതിദയാ പരനാശു ചെയ്തിടിനാൻ നിന്നെയൊടുക്കുവാൻ. ജനക നൃപവരനു മകളായി പിറന്നേനഹം ചെമ്മേയതിനൊരു കാരണഭൂതയായി. അറിക തവ മനസി പുനരിനി വിരവിനോടു വന്നാശുമാം കൊണ്ടുപോം നിന്നയും കൊന്നവൻ. ഇതിമിഥില നൃപതി മകൾ പരുഷവചനങ്ങൾ കേട്ടേറ്റവും ക്രുദ്ധനായോരു ദശാനനൻ. അതിചപലകര ഭുവി കരാളം കരവാളമാശു ഭൂപുത്രിയെ കൊല്ലുവാനോങ്ങിനാൻ. അതു പൊഴുതിലതികരുണയൊടുമയതനൂജയും ആത്മഭർത്താരം പിടിച്ചടക്കിടിനാൾ. ഒഴികൊഴിക ദശവദന ശൃണു മമ വചോ ഭവാനുല്ലാദ കാര്യമോരായ മൂഢപ്രഭോ. ത്യജമനുജ തരുണിയൊരുടയവരുമെന്നിയെ ദീനയായി ദുഃഖിച്ച ദീവകൃശാംഗിയായി. പതിവിരഹ പരവശതയൊടുമിഹ പരാലയെ പാർത്തു പാതിവ്രത്യമാലംബ്യരാഘവം. പകലിരവു നിശിചരികൾ പരുഷവചനം കേട്ടു പാരം വശം കെട്ടിരിക്കുന്നിതുമിവൾ. ദുരിതമിതിലധികമിഹ നഹി നഹി സുദുർമതേ ദുഷ്കീർത്തി ചേരുമോ വീരപുംസാം വിഭോ. സുരതനുജദിജ ഭുജഗാപ്സരോ ഗന്ധർവ സുന്ദരീ വർഗം നിനക്കു വശഗതം. ദശമുഖനുമധിക ജളനാശു മണ്ഡോദരീ ദാക്ഷിണ്യവാക്കുകൾ കേട്ടു സലജ്ജനായി. നിശിചരികളോടു സദയമവനു മുര ചെയ്തിരു നിങ്ങൾ പറഞ്ഞു വശ
വശത്തു വരുത്തുവിൻ. ഭയജനകവചനമനുസരണ വചനങ്ങളും ഭാവവികാരങ്ങൾ കൊണ്ടും ബഹുവിധം. അവനിമകളകതളിരഴിച്ചെങ്കലാക്കുവീനൻപോടു 2 മാസം പാർപ്പനിന്നിയും. ഇതിരജനിചരികളൊടു ദശവദനനും പറഞ്ഞീർഷയോടന്തഃപുരം പുക്കുമേവിനാൻ. അതികഠിന പരുഷതര വചന ശരമേൽക്കയാൽ ആത്മാവു ഭേദിച്ചിരുന്നിതു സീതയും. അനുചിതമിതലമലമടങ്ങുവിൻ നിങ്ങളെന്നപ്പോൾ ത്രിജടയുമാശു ചൊല്ലിടിനാൾ. ശൃണുവചനമിതു മമ നിശാചര സ്ത്രീകളെ ശീലവതിയെ നമസ്കരിച്ചിടുവിൻ. സുഖരഹിത ഹൃദയമൊടുറങ്ങിനേനൊട്ടു ഞാൻ സ്വപ്നമാഹന്ത കണ്ടേനിതാനീ ദൃഢം. അഖില ജഗദധിപനഭിരാമനാം രാമനും ഐരാവതോപരി ലക്ഷ്മണവീരനും. ശരനികര പരിപതന ദഹന കണജാലേന ശങ്കാവിഹീനം ദഹിപ്പിച്ചു ലങ്കയും. രണശിരസി ദശമുഖനെ നിഗ്രഹിച്ചാശ്രമം രാക്ഷസരാജ്യം വിഭീഷണനും നൽകി. മഹിഷിയെയും അഴകിനൊടുമടിയിൽ വച്ചാദരാൽ മാനിച്ചു ചെന്നയോധ്യാപുരം മേവിനാൻ. കുലിശധരരിബുദശമുഖൻ നഗ്നരൂപിയായി ഗോമയമായ മഹാഹൃദം തന്നിലെ തിലരസവുമുടൽ മുഴുവനലിവിനൊടണിഞ്ഞുടൻ ധൃത്വാ നളദമാല്യം നിജമൂർധനേ. നിജ സഹജ സജീവസുത സൈന്യ സമേതനായി നിർമഗ്നനായി കണ്ടു വിസ്മയം തേടിനേ. രജനിചര കുലപതി വിഭീഷണൻ ഭക്തനായി രാമപാദാബ്ജവും സേവിച്ചു മേവിനാൻ. കലുഷതകൾ കളവിനിഹ രാക്ഷസ സ്ത്രീകളെ കണ്ടുകൊള്ളാമിതു സത്യമത്രേ ദൃഢം. കരുണയൊടുമയമതിനു കതിപയദിനം മുതാ കാത്തുകൊള്ളേണമിവളെ നിരാമയം. രജനിചര യുവതികളിതി ത്രിജടാവചോരീതി കേട്ടദ്ഭുത ഭീതി പൂണ്ടിടിനാർ. മനസി പരവശതയൊടുറങ്ങിനാരേവരും മനസേ ദുഃഖം കലർന്നു വൈദേഹിയും. ഇതി പലവും അകതളിരിലോർത്തു. ഇങ്ങനെ പല കാര്യങ്ങളും മനസ്സിലോർത്തു കപിവരൻ ഇത്തിരി നേരമിരിക്കും ദശാന്തരെ അസുരകുല വരനിലയനത്തിൻ. അസുരകുലത്തിന് മുഴുവൻ അധിപനായ ആ രാവണന്റെ കൊട്ടാരത്തിൽ പുറത്തു നിന്ന ആശു പെട്ടെന്ന് ചില ഘോഷ ശബ്ദങ്ങൾ, ഒരു ആഘോഷം, ഒരു ഘോഷയാത്രയുടെ രീതിയിലുള്ള ചില ശബ്ദങ്ങൾ കേൾക്കായി. കിമിതം ഇതി, ഇതെന്താണ് എന്ന് സപതി പെട്ടെന്ന് കിസലയ ചയ, കിസലയം എന്നാൽ നല്ല തളിരിലകൾ, ആ തളിരിലകളുടെ ഇടയിലായിട്ട് നിലീനനായി മറഞ്ഞുകൊണ്ട് കീടവത്ത് ദേഹം, തന്റെ ഏറ്റവും ചെറിയ ദേഹം അതിനെ വീണ്ടും മറച്ചു മരുവിനാൻ. ഒരു തരത്തിലും തന്നെ കണ്ടുപിടിക്കരുത് എന്നതിനാൽ അങ്ങനെ അതിനെ മറച്ചു വെച്ചു. വിബുധ കുല രിപു, വിബുധന്മാർ ദേവന്മാർ, ദേവന്മാരുടെ കുലത്തിന് ശത്രുവായിട്ടുള്ള ദശമുഖൻ വരവെത്രയും വിസ്മയത്തോടു കണ്ടു കപികുഞ്ചരൻ. അങ്ങനെയാണ് രാവണന്റെ വരവിങ്ങനെ കാണുകയാണ്. അസുരസുര നിശിചര വരാംഗനാവൃന്ദവും, രാവണന്റെ കൂടെ അകമ്പടിയായിട്ട് അസുര സ്ത്രീകളുണ്ട്, സുരസ്ത്രീകൾ, ദേവസ്ത്രീകളുണ്ട്. നിശിചര വരാംഗനാവൃന്ദവും, രാക്ഷസ സ്ത്രീകളിൽ സുന്ദരിമാരായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ. ഇവരെയൊക്കെ അടിമകളെ പോലെ അല്ലെങ്കിൽ തനിക്ക് അധീനമാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് രാവണൻ.
ഇവരുടെ അകമ്പടിയോടെ അദ്ഭുതമായുള്ള ശൃംഗാരവേഷവും ഒരു കാമദേവനെ പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലൊക്കെ അണിഞ്ഞൊരുങ്ങിയാണ് രാവണൻ വരുന്നത്. ദശവദനൻ അനവരതം അകതളിരിലുണ്ട് തൻ ദേഹനാശം ഭവിക്കുന്നതെന്നീശ്വര. എന്നാൽ ഇവിടെ എഴുത്തച്ഛൻ പറയുന്നത് രാവണൻ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക, ഇതെന്താണ് എന്നെ കൊല്ലാൻ ശ്രീരാമചന്ദ്രൻ വരാത്തത് എന്നാണ്. അതാണ് അനവരതം, മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം സീതയെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ കുറെ ദിവസമായി, ആരും വരുന്നതുമില്ല. അകതളിരിലുണ്ട് തൻ ദേഹനാശം ഭവിക്കുന്നതെന്നീശ്വര. ഇതെന്താണ് ഭഗവാൻ വരാത്തത്, എന്താണ് എന്റെ ദേഹനാശം സംഭവിക്കാത്തത്? സകല ജഗദധിപതി സനാതനൻ സന്മയൻ സാക്ഷാൽ മുകുന്ദനെയും കണ്ടു ഞാൻ. ഭഗവാൻ വന്ന് എന്നെ വധിക്കുമ്പോഴാണ് ഭഗവാനെ കണ്ടുകൊണ്ട് മരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനി എന്നാണാവോ? നിശീതതര, അത്രയും കൂർത്തുമൂർത്ത് ശരശകലിത അംഗനായിട്ട് ഭഗവാന്റെ ശരങ്ങളാൽ മുറിവേൽക്കപ്പെട്ട ശരീരത്തോടുകൂടി കേവലെ നിർമ്മലമായ ഭഗവത് പദാംബുജെ, ആ ഭഗവാന്റെ പാതാരവിന്ദത്തിൽ എപ്പോഴാണ് ഞാൻ ലയിക്കുന്നത്? വരദൻ അജൻ അമരും, വരദൻ അജൻ അമരും അമൃതാനന്ദപൂർണമാം. വരദായകനായ അജൻ, ഒരിക്കലും ജനിക്കാത്ത ആ ഭഗവാൻ അമരും നിലകൊള്ളും അമൃതാനന്ദപൂർണമാം വൈകുണ്ഠരാജ്യം എനിക്കെന്ന് കിട്ടുന്നു, എനിക്ക് എപ്പോഴാ കിട്ടുക? അങ്ങോട്ടേക്ക് പോകാൻ ധൃതിയായി എന്നാണ്. അതിനു ബത്ത് അതെത്രയും പെട്ടെന്ന് നടക്കുമെന്ന് കരുതിയാണല്ലോ സമയമിതം ഇതി, ഇതാണ് എൻ്റെ ആയുസ് ഒടുങ്ങാനുള്ള സമയം എന്ന് മനസ്സിൽ കരുതി, അങ്ങനെ മനസ്സിൽ കരുതിയാണ് ഞാൻ അംഭോജപുത്രിയെ സീതാദേവിയെ കൊണ്ടുപോന്നീടിനേൻ. എത്രയും പെട്ടെന്ന് അത് നടക്കുന്നു വിചാരിച്ചാണ് പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതിനും ഒരു പരിഭവമോട് ഉഴറി വന്നീലവൻ. എന്നാൽ അതിന്റെ പേരിൽ ദേഷ്യപ്പെട്ട് എത്രയും പെട്ടെന്ന് രാമൻ വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതുവരെ വന്നിട്ടുമില്ല. ആയുർവിനാശകാലം നമുക്കാഗതം, അത് എന്റെ ആയുസ് ഒടുങ്ങാറായി എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ശിരസി മമ ലിഖിതമിഹ മരണസമയം ദൃഢം. എന്തായാലും എൻ്റെ ശിരസിൽ എൻ്റെ മരണസമയത്തെക്കുറിച്ച് വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. അത് ചിന്തിച്ച് കണ്ടാൽ അതിനില്ല ചഞ്ചലം. എന്തായാലും അത് മാറാൻ പോകുന്നില്ല. പക്ഷേ അത് ഏതാണ് ആ സമയം, കൃത്യമായിട്ട് ഏതാണെന്ന് കമലജനും അറിയരുത്. ഇത് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ തീരുമാനിക്കപ്പെടുന്ന ഏതൊരു ബ്രഹ്മാവിനാലാണോ ഇതൊക്കെ തീരുമാനിക്കപ്പെടുന്നത്, ആ കമലജന് പോലും അറിയരുത്. കരുതുമളവാർക്കുമേ കാലസ്വരൂപനാം ഈശ്വരൻ തന്മതം. ഏത് സമയത്താണ് മരിക്കുക എന്ന ആ ഈശ്വരന്റെ മതത്തെ, ആ ഒരു തീരുമാനത്തെ ആർക്കറിയാം? സതതം അകതളിരിലിവ കരുതി. ഇപ്രകാരം തന്റെ മനസ്സിലിങ്ങനെ ചിന്തിച്ച് രഘുനാഥനെ സ്വാത്മനാ ചിന്തിച്ചിരിക്കവേ കപികൾ കുലവരൻ അവിടെ ആശു ചെല്ലും മുൻപേ. അപ്പോൾ അതിന്റെ തലേന്ന് രാത്രി നടന്നൊരു സംഭവം പറയുകയാണ്. ഹനുമാൻ അവിടെ എത്തുന്നതിന് മുൻപേ കണ്ടിതു രാത്രിയിൽ സ്വപ്നം ദശാനനൻ. രാവണൻ ഒരു സ്വപ്നം കണ്ടിരുന്നു. രഘുജനന തിലക വചനേന, ശ്രീരാമചന്ദ്രന്റെ വാക്ക് കേട്ടിട്ട് രാത്രിയിൽ വരും കശ്ചിത് കപിവരൻ കാമരൂപ അന്യുതൻ. കാമരൂപൻ എന്നാൽ ഇഷ്ടം, ആഗ്രഹിക്കുന്ന മാത്രയിൽ വേഷം മാറാൻ സാധിക്കുന്ന, രൂപം മാറാൻ സാധിക്കുന്നവൻ. കൃപയോടൊരു കൃമി സദൃശ സൂക്ഷ്മ ശരീരനായി കൃഷ്ണം പുരവരം അന്വേഷ്യ. ഈ ലങ്കാപുരം മുഴുവൻ അങ്ങനെ അന്വേഷിച്ചിട്ട് നിശ്ചലം. എന്നിട്ട് അവസാനം തരുനികര വര ശിരസി, വലിയ മരത്തിന്റെ ശിരസി മുകളിൽ വന്നിരുന്നാദരാൽ താർമകൾ തന്നെയും കണ്ട്, സീതയെ കണ്ട്, രാമ ഉദന്തം, രാമന്റെ വർത്തമാനങ്ങൾ അഖിലം അവളോട് ബത്ത പറഞ്ഞ് അടയാളവും ആശു കൊടുത്തുടൻ ആശ്വസിപ്പിച്ചു പോവും, എന്നിട്ട് പോകും എന്നൊരു സ്വപ്നം കണ്ടു. അപ്പോൾ ഇന്നലെ കണ്ട സ്വപ്നം അത് സംഭവിക്കുന്നതാണെന്നൊരു തോന്നൽ രാവണനുണ്ടായി. എന്ന് വെച്ചാൽ ഈ ഉദ്യാനത്തിൽ എവിടെയോ അവൻ ഇരിപ്പുണ്ട് എന്ന് രാവണന് ഉറപ്പായി. അങ്ങനെ അവന്റെ മനസ്സിൽ പ്രതികാരം വളർത്തണം.
അതാണ് പറയുന്നത്. അതു പൊഴുതിൽ അവൻ അറിവതിന് ഞാൻ ചെന്നുകണ്ടാധി വളർത്തുവൻ വാങ്മയ അസ്ത്രങ്ങളാൽ. എൻ്റെ വാക്ശരങ്ങൾ കൊണ്ട് ഞാൻ സീതാദേവിയെ നോവിക്കുന്നത് അവൻ കാണണം. എന്നിട്ട് അവൻ പോയിട്ട് ഇതടക്കം പറഞ്ഞു കൊടുക്കണം. അങ്ങനെ രഘുപതിയോടതും അവൻ അശേഷം അറിയിച്ച് അന്നേരം രാമനും ഇങ്ങ് കോപിച്ചുടനെ വരും. അപ്പോൾ രാമൻ തീർച്ചയായും വളരെ പെട്ടെന്ന് ഇവിടെ വരും. അങ്ങനെ ഞാനുമായി യുദ്ധം ചെയ്യും. രണശിരസി, ആ യുദ്ധത്തിന്റെ അവസാനം സുഖമരണം, അതിനിശിതമായുള്ള രാമശരമേറ്റ് എനിക്കും വരും ദൃഢം. ഇതാണ് രാവണന്റെ പദ്ധതി. ഇതാണ് ഇങ്ങനെ എഴുത്തച്ഛൻ പറയുകയാണ്. പരമഗതി വരുവതിന് പരമൊരു ഉപദേശമാം പന്ഥാവിത്. എനിക്ക് പരമഗതി വരാൻ ഇതല്ലാതെ മറ്റൊരു നല്ല വഴിയും ഞാൻ കാണുന്നില്ല. മമ പാർക്കയില്ലേതുമേ, വേറെ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. അതിനായിട്ട് ആ ഹനുമാനെ പ്രകോപിപ്പിക്കാനായിട്ടാണ് ഈ വരവ്. സുരനിവഹം അതിബലവശാൽ, സുരനിവഹം ദേവന്മാരുടെ കൂട്ടം നമുക്ക് വരാനിരിക്കുന്ന കാര്യത്തെ കാണിച്ചു തരുന്നതാണ് ചില സ്വപ്നങ്ങളിലൂടെ. അതാണ് അതിബലവശാൽ സത്യമായി വരും സ്വപ്നം. ചിലർക്ക് ചില കാലമൊക്കണം, എപ്പോഴും എന്നല്ല, എല്ലാ സ്വപ്നവും ഫലിക്കുമെന്നല്ല. എന്നാൽ ചില സ്വപ്നങ്ങൾ നമുക്ക് ചില സൂചനകൾ തരുന്നതാണ്. നിജമനസി, ഇങ്ങനെ തന്റെ മനസ്സിൽ പലവുമിതി വിരവോടു നിരൂപിച്ചു നിശ്ചിത്യ നിർഗമിച്ചിടിനാൻ. ഇങ്ങനെ ചിലത് കണക്ക് കൂട്ടിയിട്ടാണ് രാവണൻ നിർഗമിച്ചിടിനാൻ, തന്റെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്. കനകമണി വലയ കടകാംഗത നൂപുര, കനകമണി സ്വർണം കൊണ്ടുണ്ടാക്കിയ വളയം, കൈത്തളകൾ, കടകം, അംഗതം തോൾവളകൾ, നൂപുര കാഞ്ചി മുഖ ആഭരണ ആരവം അന്തികേ. ഇതിന്റെയൊക്കെ ഒരു ഒച്ചപ്പാട്, അതായത് അണിഞ്ഞ ആഭരണങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി മുട്ടുമ്പോഴുണ്ടാകുന്ന ഒച്ചപ്പാട്, അതാണ് രാവണൻ നടക്കുമ്പോഴുണ്ടാകുന്നത്. ഇങ്ങനെ വിവശതര ഹൃദയമൊടു കേട്ടുനോക്കും വിധൗ വിസ്മയമമ്മാറു കണ്ടു പുരോഭുവി. ഈ ഒരു ഒച്ചപ്പാട് ഇതൊക്കെ കേട്ടിട്ടാണ് വിവശതര ഹൃദയമൊട് ഹനുമാൻ എന്താണ് ഈ സംഭവിക്കാൻ പോകുന്നത്, ആരാണ് വരുന്നത് എന്ന് ഈ ഒരു ശബ്ദം കേട്ട് നോക്കുന്ന വിധം. അപ്പോഴാണ് വിസ്മയമമ്മാറ് കണ്ടു പുരോഭുവി, ഇതാ തന്റെ മുന്നിൽ വന്നു നിൽക്കുന്നു രാവണൻ. വിബുധ റിപു, വിബുധന്മാരുടെ റിപുവായ ശത്രുവായ നിശിചരകുലാധിപൻ തൻ വരവ് എത്രയും ഭീതയായി വന്നിതു സീതയും. ഉരസിജവും ഉരുതുടകളാൽ, തന്റെ മാറിടം തുടകളുടെ ഇടയിലാക്കിയിട്ട് മറച്ചാധിപൂണ്ട് ഉത്തമാംഗം താഴ്ത്തി, തന്റെ ശിരസ് താഴ്ത്തി വേബധുഗാത്രിയായി, അത്രയും വിഷമത്തോടുകൂടെ ശരീരമാകെ ഇങ്ങനെ വിറക്കുകയാണ്. നിജരമണ നിരുപമ ശരീരം, തന്റെ ഭർത്താവിന്റെ നിരുപമമായ ശരീരത്തെ നിരാകുലം, അത് ആലോചിക്കുമ്പോഴാണ് മനസ്സിൽ നിന്ന് എല്ലാ ദുഃഖവും ഇല്ലാതാകുന്നത്. അങ്ങനെ ഭഗവാനെ കുറിച്ച് ഓർത്ത് നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന്തരെ ദശവദനൻ അയുഗ ശരപരവശതയ. അയുഗൻ കാമദേവൻ, കാമദേവന്റെ ശരമേറ്റിട്ട് എന്ന പോലെ പരവശനായിട്ട്, പരവശതയാ സമം, അതിനോടുകൂടെ ദേവീ സമീപയെ തൊഴുതിരുന്നിടിനാൻ, അവിടെ തൊഴുതിരിക്കുകയാണ് ദേവിയുടെ മുന്നിൽ. ഇനി രാവണൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരേ സമയം രണ്ട് രീതിയിൽ എടുക്കാവുന്നതാണ്. അതായത് തൻ്റെ സ്വാമിയായ ശ്രീരാമചന്ദ്രനെയും ദേവിയെയും സ്തുതിക്കുകയും ചെയ്യുന്നു, ഒപ്പം അവരെ നിന്ദിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് രാവണൻ പറയുന്നതായിട്ട് എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത്. അനുസരണ മധുര രസവചന വിഭവങ്ങൾ, അതായത് ദേവിയുടെ ദാസനാണ് ഞാൻ എന്ന രീതിയിൽ ദേവി എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കുമെന്ന ഭാവത്തോടെ വായയിൽ അങ്ങനെ മധുരം തുളുമ്പുന്ന വചന വിഭവങ്ങളാണ്, ഒരു സദ്യ പോലെയാണ്. ആനന്ദരൂപിണിയോട് ചൊല്ലിയിടിനാൻ, ശൃണു സുമുഖി തവ ചരണ നളിന ദാസോസ്മ്യഹം, ഞാൻ ദേവിയുടെ ദാസനാണ്. അപ്പൊ ഈ പറയുന്നതിനെയൊക്കെ നമുക്ക് രണ്ട് രീതിയിലും എടുക്കാം. ശോഭനശീലേ പ്രസീദ പ്രസീദമേ,
ഇതൊരു കാമുകന്റെ മനോഭാവത്തോടെയും എടുക്കാം, ഒരു ഭക്തന്റെ മനോഭാവത്തോടെയും എടുക്കാം. അതാണ് ഓരോ രണ്ട് കാഴ്ചപ്പാടിൽ എടുക്കാവുന്ന ഒരു വരികളാണ് ഇനി അങ്ങോട്ടേക്ക് പറയുന്നത്. നിഖില ജഗദധിപം അസുരേശം മാം ആലോക്യ. എല്ലാ ജഗത്തിലെയും, ഈ ജഗത്തിലെ മുഴുവൻ അസുരന്മാരുടെയും ഈശനായ മാം, എന്നെ ആലോക്യ, കണ്ടിട്ട് നിന്നിലെ നീ മറഞ്ഞെന്തിരുന്നിടുവാൻ, നീ എന്താണ് ഇങ്ങനെ മുഖവും താഴ്ത്തിയിരിക്കുന്നത്, എന്നെ നോക്കൂ. ത്വരിതം അതികുതുകമൊടും ഒന്ന് നോക്കിയിടുമാം, എന്നെ ഒന്ന് നോക്കൂ, കടാക്ഷിക്കൂ. ത്വദ്ഗത മാനസൻ എന്നറികെന്നെ നീ, നിന്നിൽ മനസ്സർപ്പിച്ചവനാണ് ഞാൻ. ഭവതി തവ രമണമഭി ദശരഥ തനൂജനെ പാർത്താൽ ചിലർക്ക് കാണാം ചിലപ്പോഴെടോ. നിന്റെ ഭർത്താവിനെ ചിലർക്ക് കാണാം, ചിലർക്ക് കാണാൻ സാധിക്കില്ല. അതായത് എവിടെയാ, എന്താ, എപ്പോഴാ വരിക പോവുക എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഇതൊരു നെഗറ്റീവായിട്ട് എടുക്കുമ്പോൾ ഭഗവാൻ ഇനിയും വന്നില്ലല്ലോ, നിന്നെ കാണാൻ ഇത്രയും നാളായിട്ട് വന്നില്ലല്ലോ എന്ന ഒരു ധ്വനിയായിട്ടാണ് അവിടെ വരുന്നത്. അല്ലാതെ നോക്കിയാൽ ഭഗവാൻ പരമാത്മ തത്വമാണ്, എപ്പോഴും എല്ലാവർക്കും കാണാൻ സാധ്യമല്ല എന്ന നല്ലൊരു കാഴ്ചപ്പാടിലാണ് അവിടെ വേറൊരു രീതി നമുക്ക് എടുക്കാവുന്നത്. പല സമയം അഖില ദിശി നന്നായി തിരകിലും ഭാഗ്യവതാമഭി കണ്ടുകിട്ടാപരം. പല സമയത്ത് പല ദിക്കുകളിൽ നിന്ന് നന്നായി തിരഞ്ഞാലും ഭാഗ്യമുള്ളവർക്ക് മാത്രമേ നിന്റെ ഭർത്താവിനെ കാണാൻ സാധിക്കുകയുള്ളൂ. സുമുഖി ദശരഥ തനയനാൽ നിനക്കേതുമേ സുന്ദരി കാര്യമില്ലെന്ന് ധരിക്ക നീ. നിനക്ക് ആ ദശരഥന്റെ മകനെ കൊണ്ട് ഒരു കാര്യവുമില്ല. ഒരു പൊഴുതും അവന് പുനരൊന്നിലും ആശയില്ല. വൈരാഗ്യാണ്. അതാണ് പോസിറ്റീവായിട്ട്. അതായത് ഭഗവാൻ പരമാത്മാവിന് ആരോടും ഒന്നിനോടും സംഘമില്ല. എന്നാൽ ഇവിടെ പറയുന്നത് ഒരു ഭാര്യ എന്ന നിലയിൽ നിന്നോട് ഒരു താല്പര്യവും അവനില്ല. പുനരൊന്നിലും ആശയില്ലോർത്താൽ ഒരു ഗുണമില്ലവനോമലേ. അതായത് ഭഗവാൻ ത്രിഗുണാതീതനാണ്. എന്നാൽ സാധാരണ രീതിയിൽ എടുത്താൽ അവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് അർത്ഥം. സുദൃഢം അനവരതം ഉപഗൂഹനം ചെയ്യിലും. അനവരതം എപ്പോഴും മനസ്സിൽ ധ്യാനിച്ചാലും സുഭ്രു, നല്ല പുരികക്കുടികളുള്ള സുന്ദരി, സുചിരം അരികെ വസിക്കിലും. ഇനി എപ്പോഴും കൂടെ ഉണ്ടായാലും തവ ഗുണസമുദയം അലിവോട് ഭുജിക്കിലും. ഇവിടെ പ്രകൃതി പുരുഷ ബന്ധത്തെക്കുറിച്ച് ഇവിടെ എന്താണ് പരോക്ഷമായിട്ട് പറയുകയാണ്. നിന്നിലെ ഗുണം സമുദയം അലിവോട് ഭുജിക്കിലും. ആ പരമാത്മാവുമായിട്ട് സന്തതം ചേർന്ന് നിൽക്കുകയാണെങ്കിലും താല്പര്യം നിന്നിലില്ലവനേതുമേ. അതായത് പ്രകൃതിയുടെ ഒരു ഗുണവും പുരുഷനെ ബാധിക്കുന്നില്ല. അതാണ് അതിന്റെ ആധ്യാത്മികമായ അർത്ഥം. എന്നാൽ ഇത്രയും നല്ല സുന്ദരിയായ ഭാര്യയായിട്ടും നീ ഇത്രയും നാൾ അവനെ നോക്കിയിട്ടും നിന്നിൽ ഒരു താല്പര്യവും അവനില്ല. ശരണം അവൻ ഒരുവരും ഒരിക്കലും ഇല്ലിനി. അവൻ ആരെയും ശരണം പ്രാപിക്കുകയില്ല. കാരണം എല്ലാവരുടെയും ശരണാഗതനായിട്ടുള്ളത് ഭഗവാനാണ്. ശക്തിവിഹീനനാണ്. ഇപ്പോൾ പ്രകൃതിയെ വേർപെട്ടിരിക്കുകയാണ് പുരുഷൻ. അപ്പോൾ ശക്തിവിഹീനനായിട്ടുള്ള ആ ഭഗവാൻ വരികയുമില്ലല്ലോ, വരികയൊന്നുമില്ല. കിമബിനഹി ഭവതി കരണീയം ഭവതിയാൽ. നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാനും സാധിക്കില്ല. ഇവിടെ എന്റെ അധീനതയിൽ ഇരിക്കുന്നിടത്തോളം. കീർത്തിഹീനൻ കൃതഘ്നൻ തുലോം നിർമ്മമൻ. കീർത്തിഹീനൻ എന്നാൽ കീർത്തി ആഗ്രഹിക്കാത്തവൻ, ഒരു തരത്തിലുള്ള ആഗ്രഹങ്ങളും ഇല്ലാത്തവൻ. കൃതഘ്നൻ നന്ദി എന്നൊന്നില്ലാത്തവൻ. താൻ ചെയ്യുന്ന കാര്യത്തിന് തനിക്കാരെങ്കിലും തിരിച്ച് നന്ദി പറയണം, അതൊന്നും ആഗ്രഹിക്കാത്തവൻ. തുലോം നിർമ്മമൻ, ആരോടും മമത്വമില്ല. മതരഹിതൻ, ഒരു തരത്തിലുള്ള മതവും ഇല്ലാത്തവനാണ്. അറിയരുത്, മതരഹിതൻ അറിയരുത് കരുതുമളവാർക്കുമേ. ആ ഭഗവാന്റെ യഥാർത്ഥ തത്വത്തെ ആർക്കും മനസ്സിൽ കാണാൻ സാധ്യമല്ല. മാനഹീനൻ, മാനാപമാനങ്ങളൊന്നും ഇല്ല. പണ്ഡിതമാനവാൻ, പണ്ഡിതന്മാരാൽ അത്രയധികം മാനിക്കപ്പെടുന്നവനാണ്. നിഖില വനചര നിവഹ മധ്യസ്ഥിതൻ ഭൃശം നിഷ്കിഞ്ചനപ്രിയൻ ഭേദഹീനാത്മകൻ. നിഖില വനചരന്മാരുടെ,
ഇവിടെ വനത്തിൽ ചരിക്കുന്ന വാനരന്മാരുടെ എന്ന അർത്ഥമെടുക്കാം. അവരുടെ മധ്യസ്ഥിതൻ, അവരുടെ മധ്യത്തിലായിട്ട് ഭൃശം നിഷ്കിഞ്ചനപ്രിയൻ, തന്നിൽ മാത്രം ശരണം പ്രാപിക്കുന്നവരിൽ മാത്രമാണ് അവന് പ്രിയം. അതായത് അപ്പോൾ കാണുന്ന അവരോട് ഇപ്പോൾ രസിച്ചിരിക്കുകയായിരിക്കും, നിന്നെ അവൻ ഇപ്പോൾ ഓർക്കുന്നില്ല എന്ന അർത്ഥത്തിൽ. മറ്റൊരർത്ഥത്തിൽ ഭേദഹീനാത്മകൻ, ആരോടും ഭേദമില്ല. അതുകൊണ്ട് തന്നെ ശ്വപജനും ഒരവനിസുരവരനും അവൻ ഒക്കുമി ശ്വാക്കളും ഗോക്കളും ഭേദമില്ലേതുമേ. അവൻ ആരോട് കൂട്ടുകൂടാനും മടിയില്ല. ശ്വപജൻ, ഈ നായയെ കൊന്നു തിന്നുന്നവരും, അവനിസുരവരൻ ബ്രാഹ്മണരോടും അവൻ ഒക്കുമി ശ്വാക്കളും ഗോക്കളും, നായ്ക്കളും പശുക്കളും എല്ലാം അവൻ ഒരുപോലെയാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ പറഞ്ഞാൽ ഭഗവാന് ആരോടും ഭേദചിന്തയില്ല. എന്നാൽ ഇവിടെ അവൻ ഇപ്പോൾ ആരാണോ കൂട്ട് അവരോട് സന്തോഷിച്ചിരിക്കുകയാണ്, നിന്നെക്കുറിച്ച് ഓർക്കുന്നതേയില്ല. മാത്രമല്ല ഭവതിയെയും ഒരു ശബര തരുണിയെയും ആത്മനാ പാർത്തു കണ്ടാൽ അവനില്ല ഭേദം പ്രിയേ. ഭാര്യയായ നിന്നിലുള്ള അതേ താല്പര്യത്തോടെ അതേ ഇഷ്ടത്തോടുകൂടെയാണ് ശബരിയെയും അവൻ കാണുന്നത്. അതായത് ഭേദമില്ല. അവിടെ ഭാര്യയെന്നോ ഭക്തയെന്നോ ഭേദമില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നവൻ എന്നാണ് നല്ല രീതിയിലുള്ള അർത്ഥം. അല്ലാതെ മോശമായ രീതിയിലുള്ള അർത്ഥം നീയും നിന്നെ കിട്ടിയില്ലെങ്കിലും അവന് പ്രശ്നമൊന്നുമില്ല, വേറെ ഏത് സ്ത്രീയെ ആയാലും തൽക്കാലം അത് മതി എന്ന രീതിയിലാണ് അവിടെ മോശമായ രീതിയിൽ പറയുന്നത്. ഭവതിയെയും അകതളിരിൽ അവനിഹ മറന്നിതു ഭർത്താവിനെ പാർത്തിരുന്നതിനി മതി. അതായത് അവിടെ കാട്ടിൽ വസിക്കുന്ന അവന് ഇഷ്ടം പോലെ സ്ത്രീകളെ വേണമെങ്കിൽ അങ്ങനെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നീ അവനെ അങ്ങ് മറന്നേക്ക്, അവൻ വരാനൊന്നും പോകുന്നില്ല. ത്വയി വിമുഖൻ, നിന്നിൽ അവൻ വിമുഖനാണ്, നിന്നോട് ഒരു താല്പര്യവുമില്ല. അവൻ അനിശം, അതിന് നഹി സംശയം, അതിന് ഒരു സംശയവും വേണ്ട. എന്നാൽ ഞാനോ ത്വദ്ദാസദാസോഹം അദ്യ ഭജസ്വമാം. ദാ എന്നെ നോക്കൂ, നിന്റെ കടാക്ഷം ഒന്ന് കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. കരഗതം ഒരമലമണിവരം, നിന്റെ കയ്യിൽ വന്നു ചേർന്ന ഒരു മരതക മണിയാണ് ഞാൻ. അത്രയും ശ്രേഷ്ഠമായ ഒരമലമണിവരം ഉടൻ ഉപേക്ഷിച്ച്, നീ എന്നെ ശ്രദ്ധിക്കാതെ ഇരുന്നാൽ അത് ഉപേക്ഷിച്ചിട്ട് കാജത്തെ എന്ത് കാക്കപ്പൊന്നിനെ കാക്ഷിക്കുന്നിതോമലെ, നീ എന്തിനാണ് ഈ കാക്കപ്പൊന്നിനെ കുറിച്ച് ആലോചിച്ചിങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? സുരധനുജ ദിദിജ ഭുജക അപ്സര ഗന്ധർവ സുന്ദരീവർഗം പരിചരിക്കും മുതാ. നിന്നെ ദേവന്മാരുടെയും സുര ധനുജ ദാനവന്മാരുടെയും ദിദിജ രാക്ഷസന്മാരുടെയും ഭുജക നാഗസ്ത്രീകളും അപ്സര സ്ത്രീകളും ഗന്ധർവ സുന്ദരീ വർഗമൊക്കെ മുതാ നിന്നെ പരിചരിക്കും. അതും നിയതം അതിഭയസഹിതം അമിത ബഹുമാനേന, നിന്നെ അത്രയും ബഹുമാനത്തോടെ ഈ സ്ത്രീകളൊക്കെ കാണും. എങ്ങനെയായാൽ നീ പരിഗ്രഹമായി മരുവീടുകിൽ, നീ എന്റെ ഭാര്യാപദത്തെ അലങ്കരിക്കുകയാണെങ്കിൽ. അതുകൊണ്ട് കളയരുത് സമയമിഹ ചെറുത് വെറുതെ മമ കാന്തേ, അല്ലയോ പ്രിയേ, വെറുതെ സമയം കളയരുത്, കളത്രമായി വാഴുക നീ സന്തതം, എന്റെ ഭാര്യാപദത്തെ അലങ്കരിക്കൂ വേഗം. കളമൊഴികൾ പലരുമിഹ വിടുപണികൾ ചെയ്യുമ കാലനും പേടിയുണ്ടെന്നെ മനോഹരേ. കളമൊഴികൾ പലരും ഇഹ വിടുപണികൾ ചെയ്യും. അതായത് ഈ കാലനെ സന്തോഷിപ്പിക്കാൻ മറ്റുള്ളവരൊക്കെ കാലനെ സ്തുതിക്കാറുണ്ട്. അങ്ങനെയുള്ള ആ കാലന് പോലും എന്നെ പേടിയാണ്. പുരുഷ ഗുണമിഹ മനസ്സി കരുതു പുരുഹൂതനാൽ, പുരുഹൂതൻ ഇന്ദ്രൻ, ഇന്ദ്രനാൽ പൂജ്യനാം പുണ്യ പുമാൻ എന്നറികമാം. ഞാൻ ആരാണ്? ഇന്ദ്രൻ പോലും എന്നെ ബഹുമാനിക്കുന്നു. സരസം അനുസര സദയം, അതുകൊണ്ട് എന്നെ അനുസരിക്കൂ. ഐ തവ വശാനുഗം, ഞാൻ നിനക്ക് വശഗതനാണ്. സൗജന്യ സൗഭാഗ്യ സാര സർവസ്വമേ, അങ്ങനെ
ദേവിയെ എങ്ങനെയൊക്കെയാണ് സ്തുതിക്കേണ്ടത് അതുപോലെയൊക്കെ സ്തുതിച്ച് നീ എന്റെ സർവസ്വമാണ്, സരസിരുഹമുഖി, താമര പോലെ ഉള്ള മുഖത്തോടു കൂടിയ അല്ലയോ ദേവി, ചരണ കമല പതിതഃ അസ്മി അഹം, ഞാൻ ആ ചരണ കമലചരണത്തിൽ താമര പോലെയുള്ള ആ പാതാരവിന്ദങ്ങളിൽ ഞാനിതാ നമസ്കരിക്കുന്നു. സന്തതം പാഹിമാം പാഹിമാം പാഹിമാം. വിവിധമിതി ദശവദനൻ അനുസരണപൂർവകം വീണു തൊഴുതപേക്ഷിച്ചോരനന്തരം ജനകജയും അവനോട് അതിനിടയിലൊരു പുൽക്കൊടി ജാതരോഷം നുള്ളിയിട്ട് ചൊല്ലിയിടിനാൾ. തല കുമ്പിട്ട് ഇരിക്കുകയായിരുന്നു സീതാദേവി. അതേ ഇരിപ്പിൽ രാവണനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ, കുലസ്ത്രീകൾക്ക് നോക്കാൻ പോലും യോഗ്യനല്ല നീ എന്ന ഭാവത്തിൽ തന്റെ താഴെ ഉണ്ടായിരുന്ന ഒരു പുൽക്കൊടി എടുത്ത് പറിച്ചിട്ട് അത് അവന്റെ മുന്നിലേക്ക് ഇട്ടിട്ട് അതിനോടെന്ന പോലെ, അല്ലെങ്കിൽ അതിന് സമമാണ് നീ എന്ന പുച്ഛത്തിൽ ദേവി ഇങ്ങനെ സംസാരിക്കുകയാണ്. സവിതൃകുല തിലകനിൽ അതീവ ഭീത്യാ ഭവാൻ, നീ കള്ളനായിട്ടല്ലേ എന്നെ വന്ന് കട്ടുകൊണ്ടുപോയത്. അതെന്തുകൊണ്ടാണ്? രാമനോട് എതിരിടാൻ നിനക്ക് പേടിയാണ്. അതാണ് സവിതൃകുല തിലകൻ, സൂര്യകുലത്തിൽ ജനിച്ച രാമനിൽ അതീവ ഭീത്യ, അവനെ പേടിയുള്ളത് കൊണ്ടല്ലേ ഭവാൻ സന്യാസിയായി വന്ന് ഇരുവരും കാണാതെ സഭയം, അപ്പോഴും നിനക്ക് ഭയമുണ്ടായിരുന്നു. അവിനയമോടു, ഒരു വിനയവുമില്ലാതെ അഹങ്കാരത്തോടെ, ശുനി ഇവ, ഒരു പെൺപട്ടിയെ പോലെ, ഒരു പെൺപട്ടി ഹവിരധ്വരെ, ഹവിഹി അധ്വരെ, അധ്വരം എന്ന യാഗശാല, ആ യാഗശാലയിൽ വെച്ച ഹോമദ്രവ്യം ആരും കാണാതെ എടുത്തുകൊണ്ടുപോകുന്നത് പോലെ സാഹസത്തോടു മാം കട്ടുകൊണ്ടില്ലയോ, എന്നിട്ടാണോ ഇവിടെ വന്ന് വലിയ അഹങ്കാരം പറയുന്നത്? ദശവദന, സുദൃഢമനുചിതമിത് നിനക്കിത് അനുചിതമാണ്, നിനക്ക് നല്ലതിനല്ല. തൽഫലം നീതാൻ അനുഭവിക്കും ദൃഢം. ദശരഥജ നിശിത ശരദളിത വപുഷ, ദശരഥജനായ രാമന്റെ നിശിതമായിട്ടുള്ള കൂർത്തുമൂർത്ത ശരങ്ങളാൽ ദളിതമായ മുറിവേൽപ്പിക്കപ്പെട്ട വപുഷ ശരീരത്തോടുകൂടിയ ഭവാൻ ദേഹമില്ലാതെ യമലോകം പ്രവേശിക്കും. രഘുജനന തിലകൻ ഒരു മനുജനിധി, രാമൻ വെറും ഒരു മനുഷ്യനാണെന്ന് മാനസേ രാക്ഷസരാജ നിനക്ക് തോറ്റമ്പലാൽ നീ തെറ്റായി ധരിച്ചിരിക്കുകയാണ്. അത് നിന്റെ തെറ്റിദ്ധാരണയാണ്. ലവണ ജലനിധിയെ രഘുകുല തിലകൻ അശ്രമം, ഒരു പരിശ്രമവും കൂടാതെ ലംഘനം ചെയ്യും, അതിനില്ല സംശയം. ലവസമയമോടും, വളരെ ചെറിയ സമയത്തോടെ, നിശിത വിശിഖ പരിപാദേന, നിശിതമായ കൂർത്ത വിശിഖ പരിപാദേന, രാമന്റെ അമ്പുകൊണ്ട് ലങ്കയും ഭസ്മമാക്കിയിടും. അരക്ഷണാൽ, ഒരു ചെറിയ നിമിഷം കൊണ്ട് ഇതൊക്കെ സംഭവിക്കും. സഹജ സുത സജീവ ബലപതികളോടുകൂടവേ, നിന്റെ സഹോദരന്മാർ, പുത്രന്മാർ, നിന്റെ മന്ത്രിമാർ, നിന്റെ സേനാപതികൾ ഇവയോടുകൂടവേ സന്നമാം, ഇല്ലാതാകും നിന്നുടെ സൈന്യവും നിർണയം. അവനവന നിപുണതരം, അവനവന എന്ന് വെച്ചാൽ ഇവിടെ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളവരെ അവനം ചെയ്യുക, സംരക്ഷിക്കുന്നതിൽ നിപുണനായിട്ടുള്ള അവനിഭരനാശനൻ, ഈ ഭൂമി ഭാരത്തെ നശിപ്പിക്കാൻ വന്ന ഇന്ന് വരാൻ കാരണം, ആ രാമൻ വരാൻ കാരണം ധാതാവ് അപേക്ഷിച്ചത് കാരണം, ബ്രഹ്മാവ് പ്രാർത്ഥിച്ചതിനാലാണ്. അവതരണം, അവനിതലം, ഭൂമിയിൽ അവതരിക്കാനുള്ള കാരണം അതിദയാപരൻ, ഈ ഭൂമിയിലെ ഭക്തരോടുള്ള ദയയും കൂടിയാണ് കാരണം. ആശു ചെയ്തിടിനാൻ, അതുകൊണ്ട് തന്നെ തന്റെ ഭക്തരായ ജനങ്ങളെ രക്ഷിക്കാൻ അവൻ അതെത്രയും പെട്ടെന്ന് ചെയ്യും, നിന്നെ ഒടുക്കുവാൻ. ജനക നൃപവരന് മകളായി പിറന്നേനഹം ചെമ്മേ അതിനൊരു കാരണഭൂതയായി. ശ്രീരാമചന്ദ്രൻ ഈ ഭൂമിഭാരത്തെ തീർക്കാനുള്ള ഒരു കാരണമാണ് ഈ ഞാൻ. അറിക തവ മനസി പുനരിനി വിരവിനോടു വന്നാശുമാം കൊണ്ടുപോം, നിന്നെയും കൊന്നവൻ. നീ ഓർത്തുകൊള്ളുക രാവണ, ഇനി അവൻ വരും, തീർച്ചയായും വന്ന് എന്നെ കൊണ്ടുപോകും, നിന്നെയും കൊന്നവൻ. ഇതി മിഥില നൃപതി മകൾ പരുഷവചനങ്ങൾ കേട്ട് ഏറ്റവും ക്രുദ്ധനായ ഒരു ദശാനനൻ
അതിചപല കരഭുവി, തൻ്റെ ചപലമായിട്ടുള്ള അതായത് ക്രോധം കൊണ്ടിങ്ങനെ വിറക്കുകയാണ്. വിറച്ചിട്ട് കരാളം, ഭയങ്കരമായ കരവാളം ആശു, വാള് എടുത്തിട്ട് ഭൂപുത്രിയെ കൊല്ലുവാനോങ്ങിനാൻ. അപ്പോഴേക്കും അത് പൊഴുതിൽ അതികരുണയോട് മയതനൂജയും, മയന്റെ മകളായ മണ്ഡോദരി ആത്മഭർത്താരം തന്റെ ഭർത്താവിനെ പിടിച്ചടക്കിയിടിനാൾ. ഒഴികൊഴിക ദശവദന, നിർത്തു നിർത്തു, അന്യായം ചെയ്യരുത്. ശൃണു മമ വചോ, എന്റെ വാക്കുകൾ കേൾക്കൂ. ഭവാൻ ഒല്ലാത കാര്യം, ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഓരായിക ചെയ്യരുത്. മൂഢപ്രഭോ ത്യജ, ഇവളെ ഉപേക്ഷിക്കൂ. മനുജ തരുണി, ഒരു മനുഷ്യ സ്ത്രീയല്ലേ അവൾ. ഒരു ഉടയവരും, തനിക്ക് ഉറ്റവരും ഉടയവരും ആരും എന്നിയെ കൂടെയില്ലാതെ ദീനയായി ദുഃഖിച്ച് അതീവ കൃശാംഗിയായി, അതിനാൽ തന്നെ മെലിഞ്ഞ് പതിവിരഹ പരവശതയോടും, തന്റെ ഭർത്താവിനെ പിരിഞ്ഞ പാരവശ്യത്തോടെ ഇഹ പരാലയെ, ഏതോ ഒരാളിന്റെ വീട്ടിൽ പാർത്ത് പാതിവൃത്യം ആലംബ്യ, തന്റെ പാതിവൃത്യത്തെ ആലംബനം ചെയ്ത് രാഘവം ശ്രീരാമചന്ദ്രനെ പകലിരവ്, രാവും പകലും നിശിചരികൾ പരുഷവചനം കേട്ട്, ഈ രാക്ഷസ സ്ത്രീകൾ, കൂടെ ഇരിക്കുന്ന രാക്ഷസ സ്ത്രീകളുടെ പരുഷവചനം കേട്ട് പാരം വശം കെട്ടിരിക്കുന്നിതും ഇവളാകെ വശം കെട്ടിരിക്കുന്നു. ദുരിതം ഇതിലധികം, ഇതിലപ്പുറം ഒരു ദുരിതം ഇനി അവൾക്ക് കൊടുക്കരുത്. നഹി നഹി സുദുർമതേ, ഇനി അവൾക്ക് താങ്ങാൻ സാധിക്കില്ല. ദുഷ്കീർത്തി ചേരുമോ വീരപുംസാം വിഭോ, നീ വലിയ വീരപുരുഷനല്ലേ. ഇവിടെ നീ കൊണ്ടുവന്നിരിക്കുന്ന മറ്റ് സ്ത്രീകളൊക്കെ നിനക്ക് അധീനരായി വന്നതാണ്. അങ്ങനെ അധീനയാകുന്നതുവരെ അവളെ വെറുതെ വിടൂ. സുര ധനുജ ദിദിജ ഭുജക അപ്സരോ ഗന്ധർവ സുന്ദരീ വർഗം നിനക്ക് വശഗതം, ഇവരൊക്കെ നിന്നിൽ ആകൃഷ്ടരായിട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തിനാണ്, ഇവളെ വെറുതെ വിടൂ. ദശമുഖനും അധിക ജളൻ, ജളൻ എന്നാൽ ഭോഷൻ, ഇങ്ങനെ ഒരു ഭോഷനായിട്ട് ആശു മണ്ഡോദരി ദാക്ഷിണ്യ വാക്കുകൾ, മണ്ഡോദരിയുടെ ഈ നിശിതമായ വാക്കുകൾ കേട്ട് സലജ്ജനായി നിശിചരികളോട് സദയം അവനും ഉര ചെയ്തിതു. അപ്പോൾ സീതാദേവിയുടെ അടുത്തുള്ള രാക്ഷസ സ്ത്രീകളോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു വശത്ത് വരുത്തുവിൻ. ഇനിയിപ്പോ അതേ മാർഗമുള്ളൂ. എന്നെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞിട്ട് എനിക്ക് വശത്താക്കുക. ഇനി അതല്ല, അതിലും വീഴുന്നില്ല എങ്കിൽ ഭയജനക വചനം, അവളെ ഭയപ്പെടുത്തുക, ഭീഷണിപ്പെടുത്തിയിട്ട് അനുസരണ വചനങ്ങളും എന്നെ അനുസരിക്കുന്ന രീതിയിലൊക്കെ നിങ്ങളിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഭാവവികാരങ്ങൾ കൊണ്ടും ബഹുവിധം, നിങ്ങളുടെ എന്തൊക്കെ ഭാവങ്ങൾ എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുത്തിട്ട് നിങ്ങൾ പ്രയോഗിക്കുക. ബഹുവിധം അവനി മകൾ അകതളിരിൽ അഴിച്ചെങ്കലാക്കുവിൻ. അവളുടെ മനസ്സാകെ ഇങ്ങനെ നിങ്ങളിങ്ങനെ എടുത്ത് അമ്മാനമാടിയിട്ട് അത് എനിക്ക് എന്നിലേക്ക് ആക്കുന്ന രീതിയിൽ അൻപോട് 2 മാസം പാർപ്പനിന്നിയും, ഞാൻ 2 മാസം കാത്തു നിൽക്കാം. നിങ്ങൾ ഇതുപോലെ അവളെ എനിക്ക് വശഗതയായി തീർക്കുക. ഇതി രജനിചരികളോട് ദശവദനനും പറഞ്ഞ് ഈർഷ്യയോടെ അന്തഃപുരം ബുക്കുമേവിനാൻ. അങ്ങനെ ദേഷ്യം പിടിച്ച് തിരിച്ച് അന്തഃപുരത്തിലേക്ക് പോയി. ഇവിടെ സീതാദേവിയെ അനുനയിപ്പിക്കാനും തനിക്ക് അധീനയാക്കാനും പറഞ്ഞതിന് മറ്റൊരു കാരണവും കൂടിയുണ്ട്. രാവണന് ഒരു ശാപം കിട്ടിയിരുന്നു. അത് ഉത്തരരാമായണത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത്രയും ദുഷ്ടനായിരുന്നു. അങ്ങനെ കാണുന്ന സ്ത്രീകളെ മുഴുവൻ ബലാത്കാരേണ പ്രാപിച്ചതിനാൽ, ഒരിക്കൽ ഒരു ദേവസ്ത്രീയെ ബലാത്കാരമായി പ്രാപിച്ചതിന്റെ ഫലമായിട്ട് ഒരു ശാപം ലഭിച്ചു. ആരെയെങ്കിലും അവരുടെ ഇഷ്ടമില്ലാതെ നീ പ്രാപിച്ചാൽ നീ തല പൊട്ടിത്തെറിച്ച് മരിക്കും എന്നൊരു ശാപം കിട്ടിയിട്ടുണ്ട് രാവണന്. അതുകൊണ്ടാണ് സീതാദേവിയെ വെറുതെ വിടുന്നത്, അല്ലാതെ രാവണന്റെ മഹത്വം ഒന്നുമല്ല. അങ്ങനെ ചില ആളുകളൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതായത് വളരെ മാന്യമായിട്ട് തങ്ങളെ പ്രാപിച്ച ശൂർപ്പണഖയെ ലക്ഷ്മണനും രാമന്റെ അനുവാദത്തോടുകൂടെ മൂക്കും മുലയുമൊക്കെ ഛേദിച്ചു കളഞ്ഞിരുന്നു. എന്നാൽ രാവണൻ, ഇത്രയും ദുഷ്ടനായിട്ടുള്ള രാവണൻ സീതയുടെ അനുവാദമില്ലാതെ സീതയെ തൊട്ടില്ലല്ലോ എന്നൊക്കെ ചില കമന്റുകൾ മുന്നേ എനിക്ക് വന്നിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതിന് കാരണം വേറൊന്നുമല്ല, അങ്ങനെ
തന്റെ അധീനതയിലാവാത്ത സ്ത്രീയെ തൊട്ടാൽ അപ്പോൾ രാവണൻ മരിക്കും. അങ്ങനെ ഒരു പേടിയും കൂടെ ഉള്ളതുകൊണ്ടാണ് സീതാദേവിയെ തൊടാതിരുന്നത്. അങ്ങനെ രാവണൻ ഇത്രയും ഈർഷ്യയോടെ തിരിച്ചു പോയതിനു ശേഷം അതികഠിന പരുഷതര വചന ശരം, ശരിക്കും അതൊരു വാക്ക് അസ്ത്രം പോലെയായിരുന്നു സീതാദേവിക്ക്. അത് ഏൽക്കയാൽ ആത്മാവ് ഭേദിച്ചിരുന്നിതു സീതയും. ആകെ വിഷമിച്ചുപോയി. അനുചിതം ഇതലമലം അടങ്ങുവിൻ നിങ്ങളെന്ന് അപ്പോൾ ത്രിജടയും ആശു ചൊല്ലിയിടിനാൾ. വിഭീഷണന്റെ പുത്രിയാണെന്നാണ് പറയുന്നത് ത്രിജട. ആ ത്രിജട മറ്റുള്ള രാക്ഷസ സ്ത്രീകളോട് പറഞ്ഞു, അനുചിതം, നിങ്ങൾ ഇങ്ങനെ അവളെ ബുദ്ധിമുട്ടിക്കരുത്, സീതാദേവിയെ ഇങ്ങനെ പലതും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത്, ഇത് നിങ്ങൾ അടങ്ങുവിൻ. ശൃണു വചനമിതു മമ നിശാചര സ്ത്രീകളെ, എന്റെ വാക്കുകൾ കേൾക്കൂ. ശീലാവതിയെ നമസ്കരിച്ചിടുവിൻ, ദേവിയെ നമസ്കരിക്കുക. ഇവിടെ ത്രിജടയും തലേന്ന് കണ്ട ഒരു സ്വപ്നത്തെ കുറിച്ച് പറയുകയാണ്. സുഖരഹിത ഹൃദയമോട് ഉറങ്ങിനേനൊട്ടു ഞാൻ. സുഖരഹിതം, ഒരു സുഖമില്ലാത്ത രീതിയിൽ ഉറങ്ങാൻ, അതായത് മനസ്സിന് സുഖമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരില്ല. അങ്ങനെ ഞാൻ ഇന്നലെ പകുതി ഉറക്കത്തിൽ സ്വപ്നമാഹന്ത കണ്ടേൻ ഇതാനീം ദൃഢം. ഞാനൊരു സ്വപ്നം കണ്ടു. അഖില ജഗത് അധിപൻ അഭിരാമനാം രാമനും ഐരാവത ഉപരി, ഐരാവതത്തിന്റെ മുകളിൽ ലക്ഷ്മണവീരനും അവർ ഈ ലങ്കാപുരിയിൽ വന്നിട്ട് ശരനികര പരിപതന ദഹന കണജാലേന, അവരുടെ ശരങ്ങളിൽ നിന്നുണ്ടായ അഗ്നിജ്വാലകൾ കൊണ്ട് ശങ്കാവിഹീനം ദഹിപ്പിച്ചു ലങ്കയും രണശിരസി ദശമുഖനെ നിഗ്രഹിച്ചാശ്രമം. ഇങ്ങനെ യുദ്ധമുഖത്ത് ദശമുഖനെ നിഗ്രഹിച്ചിട്ട് രാക്ഷസരാജ്യം വിഭീഷണനും നൽകി. മഹിഷിയെയും പട്ടമഹിഷിയെയും അഴകിനോട്, പട്ടമഹിഷിയായ സീതയെയും അഴകിനോട് മടിയിൽ വച്ചാദരാൽ മാനിച്ചു ചെന്ന് അയോധ്യാപുരം മേവിനാൻ. കുലിശധര റിപു, കുലിശം വജ്രം, വജ്രം ധരിച്ച ഇന്ദ്രൻ, ഇന്ദ്രന്റെ റിപു ശത്രുവായിട്ടുള്ള ദശമുഖൻ നഗ്നരൂപിയായി, നഗ്നനായിട്ട് ഗോമയമായ, ഗോമയം എന്നാൽ ചാണകം, ചാണകം നിറഞ്ഞ മഹാഹ്രദം തന്നിലെ ഒരു വലിയ കുഴിയിൽ വീണിട്ട് തിലരസവും ശരീരമാസകലം എണ്ണ, അതായത് എള്ളെണ്ണ നിറഞ്ഞിരിക്കുന്നു. ഉടൽ മുഴുവൻ അലിവിനോട് അണിഞ്ഞുടൻ, അതൊക്കെ അണിഞ്ഞിട്ട് ധൃത്വാ നളതമാല്യം, രാമച്ച മാല, രാമച്ചത്തിന്റെ മാല അണിഞ്ഞ് നിജമൂർധനി നിജ സഹജ സജീവ സുത സൈന്യസമേതനായി, തന്റെ സഹോദരന്മാരോടും മക്കളോടും ഒക്കെയായിട്ട് നിർമഗ്നനായി കണ്ടു വിസ്മയം തേടിനേൻ. അതിലങ്ങനെ മുങ്ങിപ്പോയതായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടു, അവിടെ നിന്നിങ്ങനെ അത്ഭുതപ്പെടുന്നതായി ഞാൻ കണ്ടു. രജനിചര കുലപതി വിഭീഷണൻ ഭക്തനായി, അതേസമയം രജനിചര കുലപതിയായിട്ട് അപ്പോൾ അഭിഷിക്തനായ വിഭീഷണൻ ഭക്തനായി രാമപാദാബ്ജവും സേവിച്ചു മേവിനാൻ. അതുകൊണ്ട് കലുഷതകൾ കളവിനിഹ രാക്ഷസ സ്ത്രീകളെ, ഹേ രാക്ഷസ സ്ത്രീകളെ, നിങ്ങളുടെ ഉള്ളിലെ കാലുഷ്യമൊക്കെ ഇല്ലാതാക്കൂ. കണ്ടുകൊള്ളാം ഇതു സത്യമത്രേ ദൃഢം, ഇത് സത്യമായും സംഭവിക്കും, നോക്കിക്കൊള്ളുക. കരുണയോടു വയം അതിന്, അതുകൊണ്ട് ദേവിയെ അതുവരെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. കരുണയോടെ നമ്മൾ അതിനുവേണ്ടി കതിപയ ദിനം, കുറച്ച് ദിവസം മുതാ കാത്തുകൊള്ളേണം ഇവളെ നിരാമയം, ഒരു ദുഃഖവും കൊടുക്കാതെ, നമ്മളായിട്ടൊരു ദുഃഖവും കൊടുക്കാതെ ദേവിയെ നമുക്ക് കാത്തുകൊള്ളണം. രജനിചര യുവതികൾ ഇതി, അവരൊക്കെ ത്രിജടാ വജോ രീതി കേട്ട് അദ്ഭുത ഭീതി പൂണ്ടിയിടിനാർ. മനസ്സി പരവശതയോടുറങ്ങിനാരേവരും. എന്നാൽ വൈദേഹി മാനസേ ദുഃഖം കലർന്ന്, വൈദേഹിയും ഒട്ടുമുറങ്ങാതെ ദേവി അങ്ങനെ അവിടെ ഉണർന്നിരിക്കുകയാണ്. ഓം ശ്രീരാമചന്ദ്രായ നമഃ.